യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായ പ്രിയപ്പെട്ടവരെ, ഇന്ന് ചൊവ്വാഴ്ച 2026 മെയ് മാസം 5-ാം തീയതി. ഇന്ന് ഈ പ്രഭാതത്തിൽ നിന്റെ വീട്ടിലെ വാതിൽ തുറക്കുമ്പോൾ പുറത്തേക്ക് വെളിച്ചം വരുന്നുണ്ടാകാം. പക്ഷേ ഉള്ളിലൊരു ഭാരമുള്ള നിശബ്ദത. മേശപ്പുറത്ത് മടക്കിവെച്ച വാടക രസീത്, അലമാരയിൽ പഴയ ഫയൽ, അതിൻ്റെ കോണുകൾ ചീന്തിപ്പോയിട്ടുണ്ട്. ബാങ്കിൽ നിന്നുള്ള സന്ദേശം വീണ്ടും വന്നിട്ടുണ്ടാകാം. ഇനി എങ്ങനെ എന്നൊരു ചോദ്യം ഹൃദയത്തിനുള്ളിൽ മുഴങ്ങുന്നുണ്ടാകാം. ചില വീടുകളിൽ വീട് പണിയാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. മതിലുയർന്നു, മേൽക്കൂര വന്നില്ല. മേൽക്കൂര വന്നു, വാതിലും ജനലും വന്നില്ല. പെയിന്റ് ചെയ്യാതെ നിൽക്കുന്ന ചുവരുകളിൽ പൊടി കിടക്കുന്നു. ആരെങ്കിലും ചോദിച്ചാൽ ചിരിച്ചുകൊണ്ട് പറയും, കുറച്ചുകൂടി കഴിഞ്ഞാൽ തീരും. പക്ഷേ ഉള്ളി അറിയാം, കടം കഴുത്തുവരെ എത്തിയിരിക്കുന്നു. അപ്പൻ്റെ മുഖം മിണ്ടാതെ ഇരിക്കുന്നു. അമ്മയുടെ കണ്ണുകൾ ക്ഷീണിച്ചിരിക്കുന്നു. കുട്ടികൾ ചോദിക്കും, നമ്മുടെ പുതിയ വീട്ടിൽ എപ്പോഴാണ് പോകുന്നത്? ആ ചോദ്യം കേൾക്കുമ്പോൾ ഹൃദയം കുത്തേറ്റതുപോലെ വേദനിക്കുന്നു. പ്രിയപ്പെട്ടവരെ, മെയ് മാസം മാതാവിൻ്റെ സ്നേഹത്തിൽ നമ്മുടെ കുടുംബങ്ങളെ യേശുവിൻ്റെ ഹൃദയത്തിലേക്ക് സമർപ്പിക്കുന്ന പരിശുദ്ധമായ കാലമാണ്. നമ്മുടെ ഈ കുടുംബത്തിൻ്റെ സമാധാന പ്രാർത്ഥനാ യാത്രയിൽ ഇന്ന് വളരെ ആവശ്യമായ ഒരു ദിനമാണ്. ഇന്ന് നാം പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുന്നത് വീട്, വാടക, വായ്പ, പണി പൂർത്തിയാകാത്ത വീട്, കുടുംബത്തിൻ്റെ സാമ്പത്തിക ഭാരം എന്നിവ കാരണം സമാധാനം നഷ്ടപ്പെട്ട കുടുംബങ്ങൾക്ക് വേണ്ടിയാണ്. ഒരു വീട്ടിൻ്റെ വേദന ചുവരുകളിൽ മാത്രമല്ല, അത് ബന്ധങ്ങളിലും കാണാം. പണം കുറയുമ്പോൾ വാക്കുകൾ കടുപ്പമാകും. വായ്പ അടയ്ക്കേണ്ട തീയതി അടുത്താൽ ഭർത്താവിൻ്റെ ശബ്ദം മാറും. വാടക കൊടുക്കാനുള്ള ദിവസം വന്നാൽ ഭാര്യയുടെ ഉറക്കം നഷ്ടമാകും. കുട്ടികളുടെ ഫീസ്, മരുന്നിൻ്റെ ചെലവ്, വീട്ടിലെ ചെറു ആവശ്യങ്ങൾ, ബന്ധുക്കളുടെ ചോദ്യം, അയൽക്കാരുടെ നോക്ക് എല്ലാം ഒന്നിച്ചു വന്നാൽ മനുഷ്യൻ്റെ ഉള്ളിൽ ഒരു വലിയ കുരുക്ക് രൂപപ്പെടും. ഇന്ന് ഈ പ്രാർത്ഥന കേൾക്കുന്ന ഒരാൾക്ക് മനസ്സിൽ പറയാൻ തോന്നാം, അച്ഛാ, ഞാൻ മടുത്തു. ദൈവത്തെ വിട്ടിട്ടില്ല, പള്ളി വിട്ടിട്ടില്ല, പ്രാർത്ഥന വിട്ടിട്ടില്ല. പക്ഷേ വീട്ടിലെ ഭാരങ്ങൾ കുറയുന്നില്ല. പ്രിയപ്പെട്ടവരെ, നിന്റെ ഈ വേദന ചെറുതല്ല. കുടുംബത്തെ കാത്തുസൂക്ഷിക്കാൻ മിണ്ടാതെ പോരാടുന്ന നിന്റെ ക്ഷീണം കർത്താവിനറിയാം. എല്ലാവർക്കും ധൈര്യം കൊടുത്തുകൊണ്ട് ഒറ്റയ്ക്ക് തകർന്നു പോകുന്ന നിന്റെ രാത്രികൾ യേശു കണ്ടിട്ടുണ്ട്. ഇന്ന് കർത്താവ് നമ്മോട് സംസാരിക്കുന്നത് സങ്കീർത്തനം 127 അധ്യായം 1 വാക്യത്തിലൂടെയാണ്. കർത്താവ് വീട് പണിയുന്നില്ലെങ്കിൽ പണിയുന്നവരുടെ അധ്വാനം വ്യർത്ഥമാണ്. ഈ വചനം ഒരു ഭീഷണിയല്ല, ഇതൊരു ആശ്വാസമാണ്. വീട് പണിയുന്നത് നമ്മൾ മാത്രമല്ല. കുടുംബം നിലനിർത്തുന്നത് നമ്മുടെ കൈകൾ മാത്രമല്ല. കർത്താവ് പണിയണം, കർത്താവ് കാക്കണം, കർത്താവ് തുറക്കണം, കർത്താവ് സമയമറിയണം. നാം അധ്വാനിക്കും, നാം കണ്ണുനീർ ചൊരിയും, നാം കാത്തിരിക്കും. പക്ഷേ ആ അധ്വാനത്തെ അനുഗ്രഹമാക്കുന്നത് ദൈവത്തിൻ്റെ കരമാണ്. ചിലപ്പോൾ നമ്മുടെ വീടുകൾ പണിതീരാത്ത ചുവരുകളെ പോലെ ആയിരിക്കും. ഒരു ഭാഗം തീർന്നിരിക്കുന്നു, മറ്റൊന്ന് തുറന്നു കിടക്കുന്നു. മഴ വന്നാൽ ഉള്ളിലേക്ക് ചോരും, കാറ്റടിച്ചാൽ പൊടി പറക്കും. അതുപോലെ ചില കുടുംബങ്ങൾ സ്നേഹമുണ്ട്, പക്ഷേ സമാധാനം പൂർണ്ണമല്ല. വിശ്വാസമുണ്ട്, പക്ഷേ ഭയം കൂടെ നടക്കുന്നു. പ്രാർത്ഥനയുണ്ട്, പക്ഷേ കടത്തിൻ്റെ സമ്മർദ്ദം അതിനെ മൂടുന്നു. പ്രതീക്ഷ ഉണ്ട്, പക്ഷേ തീയതികൾ അടുത്തു വരുമ്പോൾ ഹൃദയം വിറയ്ക്കുന്നു. എങ്കിലും പ്രിയപ്പെട്ടവരെ, പണിതീരാത്ത വീട്ടും ദൈവത്തിന് പ്രാർത്ഥനാലയം ആകാം. പെയിന്റ് ചെയ്യാത്ത ചുവരും അനുഗ്രഹത്തിൻ്റെ സാക്ഷിയാകാം. താക്കോൽ ഇനിയും കിട്ടാത്ത വാതിലും ദൈവത്തിൻ്റെ സമയത്ത് തുറക്കപ്പെടാം. ഇന്ന് നീ കാണുന്നത് അപൂർണതയാണ്, പക്ഷേ ദൈവം കാണുന്നത് നിന്റെ കുടുംബത്തെ കാത്തുസൂക്ഷിക്കുന്ന വിശ്വാസമാണ്. പരിശുദ്ധ അമ്മ മറിയം ദാരിദ്ര്യത്തിൻ്റെ നാണം അറിയുന്ന അമ്മയാണ്. ബെത്ലഹേമിൽ വാതിലുകൾ അടഞ്ഞപ്പോൾ അവൾ പരാതിപ്പെട്ടില്ല. കുഞ്ഞിനെ പുൽത്തൊട്ടിയിൽ കിടത്തേണ്ടി വന്നപ്പോൾ അവളുടെ ഹൃദയം തകർന്നിട്ടുണ്ടാകും.
പക്ഷേ ദൈവത്തിൻ്റെ സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇന്നും മാതാവ് നിന്റെ വീട്ടിലെ കുറവുകളെ ചെറുതായി കാണുന്നില്ല. വാടക വീട്ടിലെ ചെറിയ മുറിയെയും അവൾ അറിയുന്നു. പണിതീരാത്ത വീടിൻ്റെ സിമന്റ് മണവും അവൾ അറിയുന്നു. അടുക്കളയിലെ അവസാന അരി അളക്കുന്ന അമ്മയുടെ വിരലുകളും അവൾ കാണുന്നു. ഒരു ചെറിയ സാക്ഷ്യം ഞാൻ ഓർക്കുന്നു. ഒരു കുടുംബം. അപ്പൻ ദിവസവേതന ജോലിക്ക് പോകുന്നവൻ. അമ്മ വീടുകളിൽ ചെറിയ ജോലികൾ ചെയ്ത് കുടുംബം നടത്തി. അവർ ഒരു ചെറിയ വീട് പണിയാൻ തുടങ്ങി. 2 മുറി മാത്രം. ആദ്യം എല്ലാവരും സന്തോഷിച്ചു. പിന്നീട് പണം തീർന്നു. മതിലുകൾ നിൽക്കുന്നു. മേൽക്കൂര പകുതിയിൽ നിന്നു. മഴക്കാലത്ത് ആ പണിതീരാത്ത വീട്ടിനുള്ളിൽ വെള്ളം കെട്ടി. ഒരു കോണിൽ പഴയ സിമന്റ് ചാക്കുകൾ നനഞ്ഞുകിടന്നു. ഫയലിൽ സൂക്ഷിച്ച രേഖകളുടെ അരികുകൾ ഈർപ്പത്തിൽ വളഞ്ഞുപോയി. ആ അമ്മ എല്ലാ ശനിയാഴ്ചയും മാതാവിൻ്റെ രൂപത്തിനു മുന്നിൽ ചെറിയൊരു മെഴുകുതിരി കൊളുത്തും. വലിയ പ്രാർത്ഥന ഒന്നുമില്ല. അമ്മേ, എൻ്റെ വീട്ടിനെ യേശുവിന് കാണിച്ചു തരണമേ എന്നൊരു വാക്ക് മാത്രം. ഒരു ദിവസം കടം കൊടുത്ത ആളിൻ്റെ ഫോൺ വന്നപ്പോൾ അവൾക്ക് കൈവിറച്ചു. വിളിയെടുക്കുന്നതിന് മുമ്പ് അവൾ അടുക്കളയുടെ വാതിലിനരികിൽ ഒന്ന് നിന്നു. ഗ്യാസ് അടുപ്പിൽ കഞ്ഞി തിളച്ചുകൊണ്ടിരുന്നു. അവൾ കണ്ണടച്ച് പറഞ്ഞു, ഈശോയെ, നീ കൂടെ സംസാരിക്കണം. അവർക്ക് പെട്ടെന്ന് വലിയ പണം കിട്ടിയില്ല. എല്ലാം ഒരു ദിവസം കൊണ്ട് മാറിയില്ല. പക്ഷേ ദൈവം വഴികൾ തുറക്കാൻ തുടങ്ങി. അപ്പന് കുറച്ച് സ്ഥിരതയുള്ള ജോലി ലഭിച്ചു. അമ്മയ്ക്ക് ഉണ്ടായിരുന്ന ഒരു ചെറിയ കടം മാപ്പായി. ഒരു ബന്ധു പഴയ മരവാതിൽ നൽകി. അയൽവാസി 2 ദിവസത്തെ പണി സൗജന്യമായി ചെയ്തു. ആ വീട്ടിൽ ആദ്യം താമസിക്കാൻ പോയ ദിവസവും പെയിന്റ് തീർന്നിരുന്നില്ല. നിലം മുഴുവൻ സുതാര്യമല്ലായിരുന്നു. ഒരു ബൾബ് മാത്രം കത്തിയിരുന്നു. പക്ഷേ ആ അമ്മ പറഞ്ഞു, അച്ഛ, ആ രാത്രി ഞങ്ങൾ നിലത്ത് ചട്ടയിൽ ഇരുന്ന് ഭക്ഷണം കഴിച്ചു. ചുവരുകൾ അപൂർണമായിരുന്നു. പക്ഷേ മനസ്സിലൊരു സമാധാനം ഉണ്ടായിരുന്നു. പ്രിയപ്പെട്ടവരെ, ദൈവം പ്രവർത്തിക്കുന്നത് ഇങ്ങനെയുമാണ്. ചിലപ്പോൾ വലിയ അത്ഭുതമല്ല, ചെറിയ വാതിലുകൾ. ചിലപ്പോൾ പെട്ടെന്ന് സമ്പത്തല്ല, ദിവസത്തിനുള്ള അപ്പം. ചിലപ്പോൾ മുഴുവൻ വീടല്ല, ഒരു രാത്രി സമാധാനമായി ഉറങ്ങാനുള്ള കൃപ. ചിലപ്പോൾ എല്ലാ കടവും തീരുന്നില്ല, പക്ഷേ കടത്തിൻ്റെ ഭയം കൊണ്ട് തകരാതെ നിൽക്കാനുള്ള ശക്തി ലഭിക്കുന്നു. അതും കൃപയാണ്. അത് ചെറുതല്ല. ഇന്ന് നിന്റെ ജീവിതത്തിൽ പണിതീരാത്ത വീടുണ്ടെങ്കിൽ നിന്റെ ഹൃദയം യേശുവിന് കൊടുക്കൂ. ഇന്ന് നീ വാടക വീട്ടിൽ കഴിയുന്നുവെങ്കിൽ ആ വാടകമുറിയും ദൈവസാന്നിധ്യത്തിന് തുറക്കൂ. ഇന്ന് വായ്പയുടെ ഭാരത്തിൽ ശ്വാസം മുട്ടുന്നുവെങ്കിൽ ആ ഭാരം ഒറ്റയ്ക്ക് വഹിക്കേണ്ടതില്ല. നിന്റെ അധ്വാനം കർത്താവ് കാണുന്നു. പുലർച്ചെ പുറപ്പെടുന്ന നിന്റെ ചുവടുകൾ അവൻ കാണുന്നു. ക്ഷീണിച്ച് മടങ്ങുന്ന നിന്റെ ശരീരം അവൻ കാണുന്നു. കണക്കുകൂട്ടി കണ്ണു നിറയുന്ന നിന്റെ രാത്രികളും അവൻ കാണുന്നു. ഇപ്പോൾ ഈ പ്രാർത്ഥന കേൾക്കുമ്പോൾ ഒരു ചെറിയ വിശ്വാസകർമ്മം ചെയ്യൂ. കഴിയുമെങ്കിൽ വീട്ടിൻ്റെ താക്കോൽ കയ്യിൽ പിടിക്കൂ. അല്ലെങ്കിൽ വാടക രസീത്, വായ്പയുടെ രേഖ, വീട്ടിൻ്റെ രേഖ, പണിതീരാത്ത വീട്ടിൻ്റെ ഒരു ചെറിയ ഫോട്ടോ, എന്തെങ്കിലും കയ്യിൽ പിടിക്കൂ. ഒന്നും ഇല്ലെങ്കിൽ നിന്റെ കൈ നെഞ്ചിൽ വെച്ചാൽ മതി. ആ നെഞ്ചിനുള്ളിൽ നിന്റെ വീട് മുഴുവനുമുണ്ട്. നിന്റെ കുടുംബം മുഴുവനുമുണ്ട്. നിന്റെ ഭയവും കാത്തിരിപ്പും മുഴുവനുമുണ്ട്. കർത്താവായ ഈശോയെ, ഈ ചൊവ്വാഴ്ചയുടെ പ്രഭാതത്തിൽ ഞങ്ങൾ നിന്റെ തിരുമുമ്പിൽ നിൽക്കുന്നു. ഉയിർത്തെഴുന്നേറ്റ കർത്താവെ, അടഞ്ഞ വാതിലുകൾ തുറക്കുന്നവനെ, ഭാരം ചുമക്കുന്നവരെ ആശ്വസിപ്പിക്കുന്നവനെ, ഞങ്ങളുടെ വീടുകളെ നിന്റെ തിരുഹൃദയത്തിൽ സമർപ്പിക്കുന്നു. ഈശോയെ, വീട് പണിയാൻ തുടങ്ങി പകുതിയിൽ നിന്നുപോയ കുടുംബങ്ങളെ ഓർക്കണമേ. മഴ പെയ്യുമ്പോൾ പണിതീരാത്ത ചുവരുകൾ നോക്കി കരയുന്നവരെ ഓർക്കണമേ. വാടക കൊടുക്കേണ്ട തീയതി അടുത്താലുള്ളിൽ വിറയ്ക്കുന്നവരെ ഓർക്കണമേ. ബാങ്ക് സന്ദേശം കാണുമ്പോൾ ഹൃദയം താഴുന്നവരെ ഓർക്കണമേ. കുട്ടികളുടെ ഫീസ്, മരുന്നിൻ്റെ ചെലവ്, വീടിൻ്റെ ചെലവ്, വായ്പ, കടം എല്ലാം ഒന്നിച്ചു വന്ന് ശ്വാസം മുട്ടിക്കുന്ന കുടുംബങ്ങളെ ഓർക്കണമേ. കർത്താവെ,
കുടുംബത്തിൻ്റെ സാമ്പത്തിക ഭാരം കാരണം തമ്മിൽ വേദനിപ്പിച്ച ഭർത്താവിനെയും ഭാര്യയെയും സൗഖ്യമാക്കണമേ. പണത്തിൻ്റെ ക്ഷാമം സ്നേഹത്തിൻ്റെ ക്ഷാമമായി മാറാതിരിക്കട്ടെ. കടത്തിൻ്റെ സമ്മർദ്ദം വീട്ടിലെ വാക്കുകളെ വിഷമാക്കാതിരിക്കട്ടെ. ക്ഷീണം കൊണ്ട് മുഖം കടുപ്പമായ അപ്പന്മാർക്ക് ശാന്തത തരണമേ. ഭയം കൊണ്ട് കരയുന്ന അമ്മമാർക്ക് ആശ്വാസം തരണമേ. നമ്മുടെ വീട് എപ്പോഴാണ് തീരുന്നത് എന്ന് ചോദിക്കുന്ന മക്കളുടെ ഹൃദയത്തിൽ പ്രത്യാശ നിറയ്ക്കണമേ. ഈശോയെ, ഞങ്ങളുടെ വീടുകളിൽ അപമാനത്തിൻ്റെ ഇരുട്ട് നീക്കണമേ. മറ്റുള്ളവരോട് താരതമ്യം ചെയ്ത് തകരുന്ന മനസ്സുകളെ തൊടമേ. ബന്ധുക്കളുടെ ചോദ്യങ്ങൾ കേട്ട് ഉള്ളിൽ വേദനിക്കുന്നവരെ ശക്തിപ്പെടുത്തണമേ. ഞങ്ങൾ പിന്നിലായി എന്ന് വിചാരിക്കുന്ന കുടുംബങ്ങൾക്ക് നീ പറയണമേ, ഞാൻ നിങ്ങളെ മറന്നിട്ടില്ല. പരിശുദ്ധ അമ്മേ, നസ്രത്തിലെ ലളിതമായ വീട്ടിൽ ദൈവപുത്രനെ വളർത്തിയ അമ്മേ, ഞങ്ങളുടെ വീടുകളിലേക്ക് വരണമേ. പണമില്ലാത്ത സമയത്ത് മനസ്സ് തകരാതെ നിൽക്കാൻ അമ്മയുടെ ക്ഷമ തരണമേ. കുറവുകൾക്കുള്ളിൽ ദൈവസാന്നിധ്യം കാണാൻ കണ്ണുകൾ തരണമേ. അടുക്കളയിലെ ചെറിയ പാത്രങ്ങളിലും കുട്ടികളുടെ പുസ്തകങ്ങളിലും പഴയ അലമാരയിലും വാതിൽക്കൽ കിടക്കുന്ന ചെരുപ്പുകളിലും കുടുംബത്തിൻ്റെ വിശുദ്ധി കാണാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. മാതാവേ, പണിതീരാത്ത വീടുകളെ നിന്റെ മൂടുപടത്തിനടിയിൽ സൂക്ഷിക്കണമേ. വാടക വീടുകളിൽ കഴിയുന്ന കുടുംബങ്ങൾക്ക് അപമാനമല്ല, സമാധാനം തരണമേ. സ്വന്തം വീടിനായി കാത്തിരിക്കുന്നവരുടെ ഹൃദയത്തിൽ അസൂയയല്ല, വിശ്വാസം വളരട്ടെ. വീടിൻ്റെ താക്കോൽ കയ്യിലില്ലെങ്കിലും യേശുവിൻ്റെ ഹൃദയത്തിൽ സ്ഥലമുണ്ട് എന്ന ഉറപ്പ് ഞങ്ങൾക്ക് തരണമേ. കർത്താവെ, സങ്കീർത്തനത്തിലെ വചനം ഞങ്ങൾ ഹൃദയത്തിൽ സ്വീകരിക്കുന്നു. നീ പണിയാതെ വീട് പണിയുന്നവരുടെ അധ്വാനം വ്യർത്ഥമാണ്. അതുകൊണ്ട് ഞങ്ങളുടെ അധ്വാനത്തിലേക്ക് നീ വരണമേ. ഞങ്ങളുടെ കഷ്ടപ്പാടിലേക്ക് നീ വരണമേ. ഞങ്ങളുടെ കണക്കുകളിലേക്ക് നീ വരണമേ. ഞങ്ങളുടെ ശൂന്യമായ കൈകളിലേക്ക് നീ വരണമേ. ഞങ്ങളുടെ ഭയമുള്ള ഉറക്കത്തിലേക്ക് നീ വരണമേ. ഞങ്ങളുടെ രാവിലത്തെ യാത്രയിലേക്ക് നീ വരണമേ. ഈശോയെ, ഞങ്ങൾ ഉടനെ എല്ലാം ലഭിക്കണം എന്ന് പിടിവാശി കാണിക്കുന്നില്ല. പക്ഷെ തകരാതെ കാത്തിരിക്കാനുള്ള കൃപ ചോദിക്കുന്നു. പരസ്പരം കുറ്റപ്പെടുത്താതെ സംസാരിക്കാനുള്ള കൃപ ചോദിക്കുന്നു. ചെറുതിൽ നന്ദി പറയാനുള്ള ഹൃദയം ചോദിക്കുന്നു. ദിവസത്തിനുള്ള അപ്പം ചോദിക്കുന്നു. കുടുംബത്തിൻ്റെ മാനവും സമാധാനവും കാക്കണമേ എന്ന് ചോദിക്കുന്നു. തുറക്കേണ്ട വാതിലുകൾ നിന്റെ സമയത്ത് തുറക്കണമേ. അടയ്ക്കേണ്ട കടങ്ങൾ നിന്റെ കരുണയിൽ അടയണമേ. തീരേണ്ട വീടുകൾ നിന്റെ അനുഗ്രഹത്തിൽ തീരണമേ. അതിനു മുമ്പ് ഞങ്ങളുടെ ഹൃദയം നിന്നിൽ വിശ്രമിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഈ നിമിഷം നിന്റെ വീട്ടിൻ്റെ പേര് മനസ്സിൽ പറയൂ. നീ താമസിക്കുന്ന സ്ഥലം ഏതായാലും, വാടക വീടായാലും, ചെറിയ മുറിയായാലും, പണിതീരാത്ത വീടായാലും, പഴയ തറവാടായാലും, ദൈവം അവിടേക്ക് വരട്ടെ. ഒരു വീട്ടിൻ്റെ അനുഗ്രഹം വിലയേറിയ പെയിന്റിലല്ല, അതിൻ്റെ ഉള്ളിൽ ദൈവത്തിൻ്റെ സമാധാനം ഉണ്ടോ എന്നതിലാണ്. ഇന്ന് കമൻറ്റിൽ നിന്റെ പേരെഴുതാം. അല്ലെങ്കിൽ നീ കാത്തിരിക്കുന്ന അനുഗ്രഹം എഴുതാം. വീടിനായി പ്രാർത്ഥിക്കണം എന്ന് എഴുതാം. വായ്പയുടെ ഭാരത്തിൽ നിന്ന് രക്ഷ വേണം എന്ന് എഴുതാം. വാടക സമ്മർദ്ദം കുറയണം എഴുതാം. കുടുംബത്തിന് സമാധാനം വേണം എഴുതാം. ആമേൻ എന്ന് മാത്രം എഴുതിയാലും മതി. ഇന്നത്തെ കമന്റ് സ്ഥലം, കടം, വാടക, വീട്, കുടുംബഭാരം എന്നിവയാൽ ക്ഷീണിച്ചവരുടെ ഒരു ചെറിയ പ്രാർത്ഥനാമുറിയായി മാറട്ടെ. ഇവിടെ ആരും ആരെയും വിധിക്കേണ്ട. നാം എല്ലാവരും ഒരുമിച്ച് ദൈവത്തിൻ്റെ കരുണ ചോദിക്കാം. ഇന്നൊരു ചെറിയ ആത്മീയ ചുവട് വയ്ക്കൂ. രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് വീട്ടിൻ്റെ വാതിലിനരികിൽ നിൽക്കൂ. താക്കോൽ കയ്യിൽ പിടിക്കൂ, അല്ലെങ്കിൽ കൈവാതിലിൽ വയ്ക്കൂ. ശാന്തമായി 3 പ്രാവശ്യം പറയൂ, കർത്താവേ, ഈ വീട് നീ പണിയണമേ, ഈ കുടുംബം നീ കാക്കണമേ. അത്രമാത്രം. വലിയ വാക്കുകൾ വേണ്ട. വിശ്വാസമുള്ളൊരു ശ്വാസം മതി. യേശു കേൾക്കും. ഈ പ്രാർത്ഥന നിന്റെ വീട്ടിൽ മാത്രം അടച്ചുവെക്കരുത്. നിന്റെ ഫോൺ ഇന്ന് ദൈവവചനത്തിൻ്റെ ചെറിയ പ്രസംഗപീഠമാകട്ടെ. വാട്സാപ്പിലൂടെയോ സ്റ്റാറ്റസിലൂടെയോ ഇത് പങ്കുവയ്ക്കുമ്പോൾ ഒരുപക്ഷെ വാടക കൊടുക്കാൻ കഴിയാതെ കരയുന്ന ഒരു കുടുംബത്തിന് ഇത് ആശ്വാസമായി എത്താം.
പണിതീരാത്ത വീടിൻ്റെ മുന്നിൽ നിന്ന് മിണ്ടാതെ കരയുന്ന ഒരു അപ്പനിത് പ്രത്യാശയായി മാറാം. വീട്ടുഭാരം കൊണ്ട് തളർന്ന ഒരു അമ്മയ്ക്ക് ഇത് മാതാവിൻ്റെ കൈപിടിത്തമായി അനുഭവപ്പെടാം. പ്രിയപ്പെട്ടവരെ, നിന്റെ വീട് പണിതീരാത്തതാകാം. പക്ഷേ ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ നിന്റെ ജീവിതം ഉപേക്ഷിക്കപ്പെട്ടിട്ടില്ല. നിന്റെ ഫയലിൻ്റെ കോണുകൾ ചീന്തിപ്പോയിരിക്കാം. പക്ഷേ നിന്റെ പേര് ദൈവത്തിൻ്റെ കരങ്ങളിൽ നിന്ന് ആരും മായ്ച്ചിട്ടില്ല. നിന്റെ കൈകൾ ശൂന്യമായിരിക്കാം. പക്ഷേ നിന്റെ വീട്ടിലേക്ക് അനുഗ്രഹം കൊണ്ടുവരാൻ ദൈവത്തിന് ശൂന്യമായ കൈകൾ മതി. നിന്റെ പണിതീരാത്ത ചുവരുകളിൽ പ്രത്യാശ മുളക്കട്ടെ. നിന്റെ വാടകമുറിയിൽ ദൈവത്തിൻ്റെ സമാധാനം താമസിക്കട്ടെ. നിന്റെ വായ്പയുടെ ഭാരത്തിനുമേൽ കർത്താവിൻ്റെ കരുണ ഇറങ്ങട്ടെ. നിന്റെ കുടുംബം തകരാതെ കർത്താവിൽ നിൽക്കട്ടെ. നിന്റെ വീടിൻ്റെ താക്കോലിലും നിന്റെ കാത്തിരിപ്പിലും യേശുവിൻ്റെ അനുഗ്രഹം പതിയട്ടെ. കാണുന്നതുവരെ സ്വർഗത്തിലെ ദൈവം എന്നെയും നിങ്ങളെയും സൂക്ഷിക്കട്ടെ. ആമേൻ. നാളെ രാവിലെ കൃത്യം 5:30 വീണ്ടും കാണാം. തീർച്ചയായും